ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് 26-ാം തീയതി, സമയം ഏകദേശം 10:42 അപ്പം ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഒരു ഡോക്ടർ ലാൽപാത്ത് എന്നൊരു സ്റ്റോക്കിലാണ്. അപ്പം ഈ ഒരു എൻട്രി സ്റ്റോക്ക് എടുത്തതേ ഉള്ളൂ. ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ് ഒരു എസ് എൽ ഓർഡറിലാണ് ഇട്ടത്. ഇതിന് മുകളിലായിട്ടൊരു ഓർഡർ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതും ഒന്ന് എക്സിക്യൂട്ടായി. ഒരു എടുത്ത പ്രൈസ് ഈ ഒരു ലെവല് 1922.35 സ്റ്റോപ്പ് ലോസ് വരുന്നത് 200 EMA ഉണ്ട്, CPR ഉണ്ട്. അതിന്റെ താഴെയായിട്ട് ഈ ഒരു ലെവലിലായിട്ട് 1915.80 സ്റ്റോപ്പ് ലോസ് ഒരു 6 രൂപ 60 വരുന്നുണ്ട്. ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത് ഒരു 1:2 ഈ ഒരു ഹൈ വരെയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 13 പോയിന്റ് നോക്കാം. നല്ലൊരു മൂവ്മെന്റ് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യും. എണ്ണം 16 എടുത്തിട്ടുണ്ട്. ഒരു ബജാജ് ഫിൻസർവിലും നോക്കിയതായിരുന്നു. ഒരു ക്വാണ്ടിറ്റി എടുത്തുള്ളൂ. അത് ജസ്റ്റ് ഒരു പരീക്ഷണത്തിന്റെ പുറത്തെടുത്താണ്. അത് കാണിക്കാം. ഇതാണ് അത്. അതും ഇതുപോലെ തന്നെ ആയിരുന്നു എൻട്രി. ഇവിടുന്നായിരുന്നു എൻട്രി. പിവറ്റ് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് CPRന്റെ താഴത്ത് തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ എടുക്കുന്ന ലോജിക്ക് തന്നെ. ട്രേഡ് എടുക്കാനുണ്ടായിരുന്ന റീസൺ ഇതാണ്. ഇത് വീക്കിലി പിവറ്റ്, ഈ ബ്ലാക്ക് ലൈൻ, അതിന്റെ മുകളിലായിട്ട് ഡെയിലി CPR വന്നിട്ടുണ്ട്. അതിന്റെ താഴത്തായിട്ട് ഇന്നലത്തെ CPRന്റെ മുകളിൽ ഇന്നത്തെ ഡെയിലി CPR. അപ്പൊ ഇതൊരു ബുള്ളിഷ് വ്യൂ, അസെൻഡിങ് CPR ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പൊ ഒരു ബുള്ളിഷ് വ്യൂയിലാണ്. അപ്പം 200 EMA ഒരു സപ്പോർട്ടായിട്ട് ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോഴാണ് ട്രേഡിലോട്ട് എൻട്രി ചെയ്തത്. എന്തായാലും നോക്കാം. ട്രേഡിന്റെ അപ്ഡേഷൻ ബാക്കി തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഫസ്റ്റ് ടാർഗറ്റിന്റെ അടുത്ത് എത്താറായി. ഏകദേശം 1:1.5 റിസ്ക് റിവാർഡിന്റെ അടുത്ത് കിട്ടുമായിരുന്നു. ഇവിടം വരെ ഈ ഒരു ക്യാൻഡിൽ നോക്കാം. എന്നിട്ട് നമുക്ക് SL എന്തായാലും ഇനി നമ്മൾ പ്രോഫിറ്റിലോട്ട് പോയിട്ടുണ്ട്. ഇനി ലോസിലോട്ട് പോകത്തില്ല. അപ്പം എന്തായാലും ഈ ഒരു ക്യാൻഡിലിന്റെ മൂവ്മെന്റ് അനുസരിച്ച് നമുക്ക് ഈ ഒരു SL ട്രെയിൽ ചെയ്ത് ഇങ്ങോട്ട് വെക്കും. ഇവിടം വരെ ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടുവാണെങ്കിൽ ഈ ഒരു ഇതിൽ എക്സിറ്റ് ചെയ്യും. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 1:2 1935.30 എക്സിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഇത് നോക്കി ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റ് തിരിച്ചു വന്ന് നമുക്ക് ചെറിയൊരു ലോസ് ഉണ്ട്. 44.35 രൂപ. ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ കാണിച്ചൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടം വരെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഒരു സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തായിരുന്നു ഇവിടെ. പക്ഷെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തപ്പം 46 ക്വാണ്ടിറ്റിയിൽ ഒരു ക്വാണ്ടിറ്റിന്ന് മാത്രമേ ഞാൻ അവിടെ ഇട്ടുള്ളൂ. അപ്പം തിരിച്ച് പ്രൈസ് ഇവിടെ വന്ന് അത് എക്സിറ്റ് ആയ സമയത്താണ് പെട്ടെന്ന് ശ്രദ്ധിച്ചത്. പെട്ടെന്ന് ഞാൻ എൻ്റെ ഓർഡർ എക്സിറ്റ് ചെയ്തു. 44 രൂപ ലോസിൽ. ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ എല്ലാവരും അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ പൈസ പോകാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. കാരണം ശ്രദ്ധിച്ചിതായില്ലെങ്കിൽ നമുക്ക് പൈസ ഒരുപാട് പോകും. അപ്പൊ അതൊന്നും എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്യാൻ ഞാനൊരു ഓർഡർ ഇട്ടിരുന്നു 1931.20 രൂപ. പെട്ടെന്ന് അത് എക്സിക്യൂട്ട് ആകാതെ ഇവിടുന്ന് പെട്ടെന്ന് റിവേഴ്സൽ ഇത്രയും ഭാഗത്തും ഞാനൊരു റിവേഴ്സ് ആകുമെന്നൊരു ഇമോഷൻ കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനെ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഇവിടുന്ന് റിവേഴ്സ് അല്ല, ഇവിടുന്ന് ഞാൻ എക്സിറ്റ് ചെയ്യാം എന്നുള്ള ടാർഗറ്റ് കിട്ടിയില്ല. ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ ഇട്ടത്. പെട്ടെന്ന് റിവേഴ്സായി. ഞാൻ ആ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇരുന്നു. പക്ഷെ പെട്ടെന്നാണ് പെട്ടെന്ന് വന്ന് ആ ഒരു ഇത്രയും ചെറിയൊരു ലോസ് 44 രൂപ ഇന്ന് ലോസിൽ വന്നു. നമ്മൾ പ്രോഫിറ്റ് ആയിരുന്നു. ഏകദേശം ഒരു 430 രൂപയോളം പ്രോഫിറ്റ് വന്നതായിരുന്നു. ഇവിടെ ചെറിയൊരു പോയിന്റിനാണ് കിട്ടാഞ്ഞത് ടാർഗറ്റ്. എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.